100 സീറ്റ് BJP. എബി നേരത്തെ സൂചിപ്പിച്ചത്, ആന്റണിയും എബി സൂചിപ്പിച്ചത് കോൺഗ്രസിനാണ് മേൽക്കൈ എന്നാണ്. ഇതാ മാറി മറിയുന്നു. BJP 100ലേക്ക് എത്തിയിട്ട് താഴോട്ട് പോകുന്നില്ല. അത് തന്നെയാണ് 99ലേക്ക് കോൺഗ്രസ്, 98ലേക്ക് BJP ചുരുങ്ങുമ്പോൾ 99 എന്ന സീറ്റ് നിലയിലേക്ക് കോൺഗ്രസ് എത്തുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ 8:38 ആകുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു ലീഡ് നിലയിലേക്ക് കോൺഗ്രസ് ഉയർത്തുന്നത്. വോട്ടെണ്ണൽ ആരംഭിച്ചതിന് ശേഷം കോൺഗ്രസ് മുന്നിലേക്ക് എത്തുന്നത് 8:38-ന്. അതേ ട്രെൻഡുകൾ മാറി മറിയുകയാണ്. 99 സീറ്റുകളിലേക്ക് BJPയും കോൺഗ്രസും കർണാടകയിൽ ഒപ്പത്തിനൊപ്പം പോരാടുന്നു. പുറകെ ആദ്യം അരമണിക്കൂറുകളാണ് വോട്ടെണ്ണി തുടങ്ങിയത്. 8 മണിക്കാണ് പോസ്റ്റൽ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞു. 8:30യോടുകൂടി ഇപ്പോൾ കോൺഗ്രസ് പ്രവചനങ്ങൾ ഒരുപക്ഷെ സത്യമായേക്കാം എന്നുള്ള തരത്തിലൊക്കെ ഇപ്പോൾ കോൺഗ്രസും BJPയും മലയാളത്തിൽ പറയുകയാണെങ്കിൽ തുടക്കത്തിൽ ആന്റണി വാദിക്കുന്നത് ശരിയാണോ? ആന്റണി പറയുന്നത് ശരിയാണോ എബി? ഈ തുടക്കം വെച്ചിട്ട് ആകാനാകുമോ? 99 എന്തായിരുന്നാലും സത്യമാണ്, കോൺഗ്രസ് മുന്നിലാണ്. ലീഡിലേക്ക് കോൺഗ്രസ് ലീഡ് നില ഉയർത്തിയിരിക്കുകയാണ്. എന്തായാലും നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഏതാണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളെയൊക്കെ അതിനെ സാധൂകരിക്കുന്ന തരത്തിലേക്ക് തന്നെ ഈ ഫലങ്ങൾ വരികയാണോ എന്നുള്ള സൂചനയാണ് നേരത്തെ ഇപ്പോൾ എണ്ണി തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മധ്യ കർണാടകയിൽ കോൺഗ്രസിന് അവരുടെ ലീഡ് നില ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ അത് കൃത്യമായും ഒരു ട്രെൻഡ് സെറ്ററായി തന്നെ മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. കഴിഞ്ഞ തവണയൊക്കെ BJPയുടെ ആ ഒരു വലിയ തരംഗമുണ്ടായ ഇടങ്ങളിലാണ്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് ഇപ്പോൾ ലീഡ് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം JDS-ന്റെ സീറ്റ് നില തന്നെയാണ്. JDS 12 എന്ന നിലയിൽ തന്നെ